ട്രംപ് മുന്നോട്ട് വെച്ച ഗസയിലെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമോ എന്നത് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിൻവാങ്ങലിന്റെ അല്ലെങ്കിൽ വെടിനിർത്തലിന്റെ പ്രധാനപ്പെട്ട ചില ഉപാധികൾ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും. ഇസ്രായേലിന്റെ സൈന്യം ഗസയിൽ നിന്നും പിന്മാറുന്നത് 2-3 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്നാമത്തെ ഘട്ടം ഈ മാപ്പിൽ നമുക്ക് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ ഗസയുടെ എല്ലാ ഭാഗങ്ങളിലും ഇസ്രായേലിന്റെ ടാങ്കുകളും സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ നീല ബോർഡറിൽ നിന്നും മഞ്ഞ ബോർഡറിലേക്കായിരിക്കും ആദ്യത്തെ പിൻവാങ്ങൽ ഉണ്ടാവുക. ഈ പിൻവാങ്ങൽ അവരുടെ ബന്ദി കൈമാറ്റത്തിനും അതുപോലെ തന്നെ സമാധാന സംവിധാനങ്ങളൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഒരു ഘട്ടമെന്ന നിലയിലാണ്. അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഈ യെല്ലോ ലൈനിലേക്ക് ഇസ്രായേലിന്റെ സൈന്യം പിൻവാങ്ങുന്നത്. തൊട്ടടുത്തായി നമുക്കിവിടെ ഒരു റെഡ് ലൈൻ കാണാൻ സാധിക്കും. ഈ റെഡ് ലൈനിലേക്ക് മാറുന്നത് ബന്ദികളെ കൈമാറിയതിനു ശേഷം അതുപോലെ ജീവിച്ചിരിക്കാവുന്ന ആളുകളെയും അതുപോലെ മൃതദേഹങ്ങളെല്ലാം പരസ്പരം കൈമാറ്റം നടക്കുന്നു. ആ കൈമാറ്റം നടക്കുന്നത് പൂർത്തിയാകുന്നതോടുകൂടെ ഇസ്രായേലിന്റെ സൈന്യം ഈ റെഡ് ലൈനിലേക്ക് നീങ്ങുന്നു. അതിനുശേഷം പിന്നീട് നടക്കുന്നത് അന്താരാഷ്ട്ര സൈന്യം ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ്. അതോടുകൂടെ ഹമാസിന്റെ ആയുധങ്ങളും സംവിധാനങ്ങളും പൂർണ്ണമായും ഗസയിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതെല്ലാം അന്താരാഷ്ട്ര സഖ്യത്തിന് കൈമാറുകയും ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഗസയിലെ ഹമാസിന്റെ ആളുകളെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നതാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതോടുകൂടെ അന്താരാഷ്ട്ര സൈന്യത്തിലേക്ക് ഈ സംവിധാനം മാറുന്നു. അന്താരാഷ്ട്ര സൈന്യത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നത് നമ്മൾ മറക്കാൻ പാടില്ലാത്ത വേറൊരു കാര്യമാണ്. എന്തായിരുന്നാലും അതിനുശേഷം ഈ ഒരു അന്താരാഷ്ട്ര സഖ്യം ഈ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം ഇസ്രായേലിന്റെ സൈന്യം താൽക്കാലികമായി ഈ ബഫർ സോണുകളിൽ ഉണ്ടാകുമെന്നാണ്. ഇതിന്റെ ബോർഡറുകളിൽ നമുക്കൊരു ഷാഡോ കാണാം. ഈ ഭാഗങ്ങളിലേക്ക് ബഫർ സോണിലേക്ക് നീങ്ങും. പൂർണ്ണമായും ഗസ സമാധാനപരമായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും ഈ ബഫർ സോണിൽ നിന്നും ഇസ്രായേലിന്റെ സൈന്യം പിൻവാങ്ങുക. എന്നാൽ ഇവിടെ ഹമാസ് തള്ളിക്കളയാൻ സാധ്യതയുള്ള, അതായത് പല സമയത്തും മുന്നോട്ട് വെച്ച ഉപാധികൾ തന്നെയാണിത്. പക്ഷെ അവിടെയെല്ലാം ഹമാസ് തള്ളിക്കളഞ്ഞ കാര്യം ഗസയുടെ നിയന്ത്രണം ഗസയിലുള്ള ആളുകൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അതിന്റെ ഭരണം ഗസയിലെ ആളുകൾക്ക്, ഫലസ്തീനിലെ ആളുകൾക്ക് വേണം. അത് അന്താരാഷ്ട്ര സഖ്യത്തെ ഏൽപ്പിക്കുക എന്നത് ഹമാസ് സ്വീകരിക്കാൻ സാധ്യതയില്ലാത്ത രണ്ടാമത്തെ കാര്യം. ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ്. പക്ഷെ അവര് പറഞ്ഞിട്ടുണ്ട് ആയുധങ്ങൾ കൈമാറുന്നതിൽ പ്രയാസമില്ല, പക്ഷേ ഗസയെ ഭരിക്കുന്നത് ഗസയിലുള്ള ആളുകളാണ്, അതുപോലെ ഫലസ്തീനെ ഭരിക്കുന്നത് ഫലസ്തീനുള്ള ആളുകളാണ്. മറ്റുള്ള പുറമേ നിന്നുള്ള ഒരു അന്താരാഷ്ട്ര സഖ്യം എന്ന പേരിലോ അങ്ങനെ തുടങ്ങി വിദേശത്തു നിന്നുള്ള ഒരു സൈനികരെയും ഇവിടെ ഗസ ഭരിക്കാൻ അനുവദിക്കുകയില്ല എന്നതാണ് അവർ പലപ്പോഴും മുന്നോട്ട് വെച്ച കാര്യം. മാത്രമല്ല ഇവിടെ ഈ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര സൈന്യത്തിന്റെ നിയന്ത്രണം നിലനിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിലാണ്. അവിടെ മറ്റൊരു പ്രശ്നവും കൂടെയുണ്ട്. ഇപ്പോൾ ലബനാനുമായി അങ്ങനെയുള്ള ഒരു കരാറിലേക്ക് പോയിരുന്നു. പക്ഷെ ആ കരാറിന് ശേഷവും ഇസ്രായേൽ ആ കരാർ ലംഘിച്ച് ലബനാന്റെ പല ഭാഗത്തും മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ട്രംപും അതുപോലെ നെതന്യാഹുവും മുന്നോട്ട് വെക്കുന്ന കാര്യം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം. കാരണം ഈ അടുത്തായി നമുക്കറിയാം ഇറാനുമായി ആണവ കരാറിൽ ഒപ്പുവെച്ചതായിരുന്നു. എന്നാൽ ട്രംപ് വന്നതിന് ശേഷം ആ കരാറിൽ നിന്ന് പിൻവാങ്ങുകയുണ്ടായി. അങ്ങനെ ഏത് സമയത്തും കരാറിൽ നിന്ന് പിൻവാങ്ങുക എന്നത് ഈ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ കാര്യമാണ്, വിശ്വസിക്കാൻ പറ്റാത്ത വ്യക്തിയാണ് എന്നതാണ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ ട്രംപ് ഇവിടെ പ്രധാനമായും ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് വരാനുള്ള കാരണം ഇറാനുമായിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ സാധ്യത ഇവിടെ നിലനിൽക്കുകയാണ്. ഇറാൻ ആക്രമിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു കരയുദ്ധം നിലനിൽക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം ആ യുദ്ധം കുറച്ച് കടുത്തതായിരിക്കുമെന്ന് ഇസ്രായേലിനും അമേരിക്കക്കും അറിയാം. ആ ഘട്ടങ്ങളിൽ ഇവിടെ ഒരു കരയുദ്ധം നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസവും 2 ഇസ്രായേലിന്റെ സൈനികർ മരണപ്പെട്ടു, 9 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ഗസയിൽ ഇസ്രായേലിന്റെ സൈനികർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പരിക്കേറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഗസയിലെ യുദ്ധം കാരണം ഇസ്രായേലിന്റെ സൈനികരിൽ പലരും ആത്മഹത്യ ചെയ്യുക വരെ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും വലിയ പ്രതിസന്ധി ഇവിടെയുണ്ട്. ആ പ്രതിസന്ധി എത്ര കാലം മുന്നോട്ട് പോകും എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ അവിടുന്ന് സൈന്യത്തെ ഒരു ഉപാധിയുമില്ലാതെ പിൻവലിക്കുക എന്നത് പൂർണ്ണ പരാജയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിലനിൽക്കൽ അനിവാര്യമാണ്. പക്ഷെ എത്ര കാലം നിലനിൽക്കും എന്നത് പറയാൻ കഴിയാത്ത ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അവിടുന്ന് രക്ഷിച്ചെടുക്കുക എന്നതും ട്രംപിന്റെ പ്രധാനപ്പെട്ട ഒരു
ഉത്തരവാദിത്തമായി ട്രംപ് കാണുകയാണ്. അതേ സമയത്ത് അത് വീണ്ടും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കയ്യിൽ വരുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ നടപ്പാക്കുക എന്നതാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഖത്തറിൽ വെച്ച് ഹമാസിന്റെ നേതാക്കളെ ടാർഗറ്റ് ചെയ്യുകയുണ്ടായി. ആ ഘട്ടത്തിൽ തന്നെ ഇനി ചർച്ചയ്ക്ക് ഒരിക്കലും ഇല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ചർച്ച നടത്തേണ്ട ആളുകളെ വധിക്കാൻ ശ്രമിച്ച ഇസ്രയേലുമായി, അതിന് ഒത്താശ നൽകിയ അമേരിക്കയുമായി ഇനി വെടിനിർത്തുക എന്ന കാര്യത്തിൽ ചർച്ചയില്ല എന്നായിരുന്നു ഹമാസ് ഉടനെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് എന്ത് നീക്കുപോക്കുകളായിരിക്കും ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നത് ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്.